നമ്മുടെ ലില്ലിനും കൂടി നിന്റെ കുടുംബശ്രീയിൽ ചേർത്തൂടെ? അപ്പം നിനക്ക് കൂട്ടിനൊരാളായില്ലേ? പിന്നെ ഇവിടെ കടന്ന് കാട്ടുന്ന പോലെ അവിടെ ചെന്നിട്ട് നിങ്ങൾ തമ്മിൽ അടിപിടിയാവരുത്. തങ്കത്തിന് നിനക്കറിയാമല്ലോ, അതുപോലെ 10 അതിനകത്തുണ്ട്. നിന്റെ ഒരു കുറവുള്ള അതിനകത്തിന്. എൻ്റെ നാത്തൂന് ഇതിനകത്ത് ചേരാൻ താല്പര്യമുണ്ട്, അവൾക്ക് തയ്യാറാണ്. അപ്പം അവൾ ചേരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ താഴത്തെ വീട്ടിലെ ചെമ്പകത്തറയിലെ ഗിരിജനെ അങ്ങോട്ട് എടുക്കണം. അവരെ നടക്കൂലേ? അവര് നല്ലൊരു സ്ത്രീയാണ്, അവരെ നടക്കൂല. അവരിവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഇത്ര നാള്, ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി മാത്രം മാത്രം ഇത്ര വാശി തങ്കം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അറിയാം, തങ്കം പറയണ മാത്രം ഇവിടെ നടക്കാൻ എന്നുള്ളതല്ല ഞാൻ പറയണ. എനിക്ക് അവളെ നേരത്തെ മുതൽ അറിയാവുന്ന ആളാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എത്ര നാളായി അവരിവിടെ താമസിക്കണത്? ഇവര് അങ്ങനെ വന്നിട്ട് കാര്യമില്ല. ഇവരെടുക്കണമെങ്കിൽ അവരെടുക്കണം, അല്ലെങ്കിൽ നടക്കൂല പണി. വലിയ കഷ്ടമായിട്ടുണ്ടല്ലോ ദൈവമേ. സുലി ചേച്ചി, എന്താ തങ്കം? ഇതെന്തോ ചേച്ചി കാണിച്ച് വെച്ചേക്കുന്നത്? എന്താ ഇതെന്തിയെന്ന് ഇവിടെ വേസ്റ്റ് കൊണ്ടോന്ന് ഇങ്ങനെ ഇടണേ? ആ കോഴിയുടെ എന്താണ്ടോന്ന് നാറിയിട്ട് പാടില്ല. ഞാൻ ഇവിടെ ഇറച്ചി മീനും വയ്ക്കാറില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ കഴിക്കാറുമില്ല. ഇത് നോക്കിയടി കൊച്ചേത് നോക്കിയടി, പിന്നെയും കൊണ്ടുവന്നിട്ടേക്കണ്ടി. കോഴിയുടെ വേസ്റ്റ് എന്താണ്ട് നാറിയിട്ട് പാടില്ല. ചേച്ചി ഇതിപ്പോ എത്ര ദിവസമായി ചേച്ചി ഇങ്ങനെ കൊണ്ടിടാൻ തുടങ്ങിയിട്ട്? ആ ഗിരിജയായിരിക്കും, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഗിരിജ എന്തൊരു അഹങ്കാരം കാണിക്കുന്നത് നമ്മുടെ പറമ്പിലോട്ട് കാണിക്കുന്നത്. എന്താ ചേച്ചി ഇറച്ചിയുടെ വേസ്റ്റ് കൊണ്ടിട്ടത്? ഞാനിവിടെ ഇട്ടതൊന്നുമില്ല ചേച്ചി, ഞാനിവിടെ തൂക്കിയിട്ടായിരുന്നു. കാക്ക എങ്ങാനും കൊത്തി അപ്പുറത്തിട്ടതായിരുന്നു. അയ്യോ, അതേത് കാക്ക സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കൊത്തി കൊണ്ടുവന്നിരുന്നത്? അതിനൊന്ന് കാണണല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല. ഒരു ഇത്തിരി തൂവൽ അപ്പുറത്തോട് വേണമെന്ന് വിചാരിച്ചിട്ട് നിനക്കെന്താ ഇത്രയും പറമ്പ് കിടക്കുമല്ലോ? ഇത്രയും പറമ്പ് കിടക്കണമെങ്കിൽ അത് ഞങ്ങളുടെ പറമ്പാണ്. നിങ്ങൾക്ക് വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ കൊണ്ടിടണം. പിന്നെ ഒരു ഇത്തിരി അങ്ങോട്ട് വീണെന്ന് വിചാരിച്ചെന്തുവാ? മാന്യമായിട്ട് സംസാരിക്കും. നിങ്ങൾ എന്തോ നീ പറയണത്? എനിക്ക് ഇത്രയും മാന്യതയൊന്നും ഉള്ള ഒന്നും പഠിപ്പിക്കണ്ട. അതെ, കോഴിയിറച്ചി തിന്നാൻ അത്ര കൊതിയാണെങ്കിലേ അത് അവനവന്റെ പറമ്പിൽ കുഴിച്ചിടണം, അല്ലാതെ ഈ കണ്ടവന്റെ പറമ്പിലോട്ട് വലിച്ചെറിയല്ല. നിർത്ത്. നീ വലിയ ന്യായം ഒന്നും പറയണ്ട. നീയേ കുട്ടിപ്പാവടെ ഉടുത്ത് ഇതിലെ കൂടെ നടക്കുന്ന സമയത്താ ഞാൻ ഇവിടുന്ന് പോകുന്നത്. നിന്നെ കുറിച്ചെല്ലാം എനിക്കറിയാം. പിന്നെ നീ എന്തോ കൂടുതൽ ന്യായം പറയുന്നത്? എന്നെ കുറിച്ച് അറിയാമെന്ന്. നീ കല്യാണത്തിന് തലേ ദിവസം നീ അവൻ്റെ കൂടെ ഓടിപ്പോയതല്ലയോ? പിന്നെ കൂടുതൽ ന്യായം ഒന്നും പറയല്ലേ? കല്യാണത്തിന് തലേന്ന് ഒളിച്ചോടി പോയ കണക്കെടുക്കാൻ വന്നേക്കുന്നത്. ഒളിച്ചോടി പോയെങ്കിൽ നിങ്ങളുടെ ആങ്ങളുടെ കൂടെയാണ് പോകുന്നത്. അതെ, ഒളിച്ചോടി പോയെങ്കിൽ നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കണം കേട്ടോ. വലിയ അന്തസ്സാ. ഇപ്പൊ എല്ലാം ഒരു കാര്യം പറയാം, കണ്ടവന്റെ പറമ്പിലോട്ട് ഇരുട്ടാവുമ്പോഴത്തേനും വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അത്ര വലിയ നല്ല ഇത് നിങ്ങൾ എറണാകുളത്ത് നിന്ന് പഠിച്ചാണെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. എറണാകുളത്തെ കാര്യം നീ പറയണ്ട. എറണാകുളത്തെ അയൽവക്കക്കാരൊക്കെ നല്ല അയൽവക്കക്കാരാ. നിങ്ങളെപ്പോലെ അസത്ത് പിടിച്ച ഒരു സ്ത്രീ അവിടെ ഉണ്ടാവില്ല. ഇല്ല. ഇപ്പൊ നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അയ്യോ, മാനിച്ച് വന്ന് നിക്കണമൊക്കെ. എന്നിട്ട് ഞങ്ങളുടെ പറമ്പിൽ വേസ്റ്റ് ഇട്ടതും പോരാ, ആദ്യമേ നിന്നോട് ഞാൻ പറഞ്ഞത്. ഇനി ഒന്ന് ഇട്ട് നോക്കുക, ആ കൈ ഞങ്ങൾ വെട്ടി. പിന്നെ നീ നിർത്ത്. നിന്റെ വീട്ടിൽ ഒരു പോലീസുകാരനുണ്ടെന്നും പറഞ്ഞാൽ നീ വലിയ ന്യായം ഒന്നും പറയല്ലേ? എനിക്ക് പോലീസുകാരന് അത്ര പേടിയൊന്നും ആവൂല. അങ്ങനെയാണെങ്കിൽ ഒരു പോലീസുകാരനെ വേണമെങ്കിൽ ആ കടയിൽ കിട്ടും, പോയി മേടിച്ചു. നീ കടയിൽ നിന്ന് മേടിച്ചാ മര്യാദക്ക് വഴക്കിന് വന്നിട്ട് പിന്നെ എന്നെ മര്യാദ പഠിപ്പിക്കുന്നു. ഞങ്ങൾ വഴക്കിന് വന്നോണ്ട് കാര്യം ചോദിച്ചല്ലേ നിങ്ങൾ അങ്ങോട്ട് പ്രസംഗിച്ചത്? ഞാൻ കാര്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു. ഒരു തൂവൽ അങ്ങോട്ട് വീണെന്ന് വലിയ ആളൊന്നും ആവണ്ട. നിങ്ങൾ എടുത്തിട്ട് പോയത് ഇവിടെ നിന്ന്. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഇട്ടാ ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് തരും. നിനക്ക് അവിടെ ബുദ്ധിമുട്ടാണ്, ഞാൻ ഇങ്ങോട്ട് ഇട്ടാരാ. എന്തിനാ ഞാൻ നിങ്ങൾ അടുക്കള കൊണ്ടുവാ ഒന്ന് ഇട്ട് നോക്ക്. എന്താ ഇട്ടാലോ? പറഞ്ഞു കൊടുത്തു ചേച്ചി അങ്ങോട്ട്. ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞതാ കാക്ക ഇട്ടത്. നാളെ ഇത് വീണ്ടും നിന്റെ പറമ്പിൽ തന്നെ ഈ പൂരാത്രിക്ക് ഏത് കാക്ക കൊണ്ടുവന്നിട്ട് നീ രാത്രി കണ്ടുവന്ന് വെച്ചിട്ട് ഞാനെന്നിവിടെ ബോധം കെട്ട് കിടക്കായിരുന്നോ? ഇവരോട് സംസാരിച്ചാൽ നമ്മളും കൂടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോ. പൊയ്ക്കോടി വരച്ചേ. അല്ല, നിങ്ങൾ ഈ പറയുന്ന ഗിരിജാൻ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഏതാ ഈ പെണ്ണ്? നേരത്തെ പുഴയുടെ അപ്പുറത്ത് താമസിച്ചിരുന്നില്ലേ? അവര് കുറെ നാൾ മുമ്പ് എറണാകുളത്തോ ആലപ്പുഴയ്ക്ക് അങ്ങോട്ട് പോയി. അപ്പൊ ഈ പുഴയുടെ അപ്പുറത്തുള്ളവർക്ക് എന്താ നിങ്ങളുടെ കുടുംബശ്രീയിലെ കാര്യം? അല്ല, ഇവിടെ ഈ മതിലിന്റെ അപ്പുറത്ത് അവിടെ താമസിക്കുന്നത് വാടകയ്ക്ക്. ഇവിടെയാണ് താമസിക്കുന്നത്. എന്തായാലും കൊള്ളാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിജ ഞങ്ങൾ തമ്മിൽ വഴക്കായിട്ടുള്ള കാര്യം ബേബി അറിഞ്ഞിട്ടുണ്ട്. എന്നെ ചൊറിയാൻ വേണ്ടി മനഃപൂർവ്വമാണ്. അമ്പിനും വില്ലിനും എടുക്കണില്ല. അവര് വെറുതെ ചൊറിയണേ. നീ അമ്പും വില്ലും ഒക്കെ അകത്ത് വെച്ചാൽ നീ അങ്ങോട്ട് കയറിയില്ലല്ലേ? ഞാൻ മുമ്പ് കുളമായി പോലല്ലോ. എന്നെ പറയണ എന്തിനാണ്? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കായിരുന്നു. നിന്റെ അടുത്ത് ഇതാ പറഞ്ഞിരുന്നു വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചാടി ഞാൻ കയറി. അവളെന്ത് ചെയ്തേ? കർത്താവിനാണ് ആ ചിട്ടി ലോൺ എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു തീർത്താൽ മതിയായിരുന്നു. ചെയ്യോടി.
അടുത്ത് എനിക്ക് വരാനുള്ള പൈസ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണം അതാണ്. അതങ്ങ് ക്ലോസ് കഴിഞ്ഞ് എന്നാ ചെയ്തിട്ട് പറ. ഓ ഒരു സമാധാനമല്ല. എല്ലാ കുടുംബശ്രീയിലും ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാവും. പിന്നെ നാണക്കേടെന്നുള്ളത് ആള് നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ അത്ര നാണക്കേടൊന്നുമില്ല. അത് ഞങ്ങൾ അളിയനും പണം കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം. അതെ, ഞങ്ങൾ 2 ആണുങ്ങളെക്കാളും 4 ഇരട്ടി എഫക്റ്റ് ആണ് നിങ്ങൾ ഒരു പെണ്ണ് സംസാരിക്കുമ്പോൾ തന്നെ. അല്ല ആ വഴക്ക് പറഞ്ഞിട്ടാണ് വെളിയിൽ നിന്ന് വാടകയ്ക്ക് എല്ലാ കുടുംബശ്രീയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു കുടുംബശ്രീ, ഒരു സെക്രട്ടറിയും, നീ മീറ്റിംഗ് വേറെ ആരെങ്കിലും വീട്ടിൽ വെച്ച് കൂടിയാൽ മതി. ഈ പാർട്ടിയുടെ കസേരയൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങോട്ട് പാർട്ടി വെച്ച് കൊണ്ടിട്ട് എല്ലാം ഉണ്ടാ കസേരയൊക്കെ എടുത്തോണ്ട് പോയാ പിന്നെ അവിടെ ഒന്നും കസേര കാണാതിരിക്കലെന്ന് പോകലിറ്റോ പറയാക്കൂല. എന്നിടത്തുള്ള ദേഷ്യം കൊണ്ട് ചിലപ്പോൾ എടുത്തോണ്ട് പോയെന്നും വരും. മനുഷ്യനെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കല്ലേ, എല്ലാം കൂടി ഇവിടെ തലയിലോട്ട് കയറും. എന്തായാലും കൊള്ളാം സാമർത്ഥ്യക്കാരികൾ. അതല്ലേ ചേച്ചി, ബേബി ചേച്ചിയുടെ കൂടെ 6 പേര്, ചേച്ചിയുടെ കൂടെ 3 പേര്. അതാടി ആ മേരി ചേച്ചി എന്ത് പണിയാ ചെയ്തത്? മേരി ചേച്ചി ഇങ്ങനെ മാറുന്ന ഞാൻ വിചാരിച്ചില്ല. നിന്ന് നിപ്പേ മാറി. അവരുണ്ടായിരുന്നെങ്കിൽ 2 പേരുടെ ഗുണം ചെയ്തേനെ. ഇതിനെല്ലാം ബേബി ചേച്ചി ഒരു സാമർത്ഥ്യക്കാരാണ്. പെണ്ണുമ്പോൾ ഭയങ്കര സാധനം അവര്. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ, തെറ്റുണ്ടോ? അവര് പറഞ്ഞിട്ടാണ് ആ പെൺപിള്ളേനെ ഞാൻ ലോൺ കൊടുത്തത്. എന്നിട്ട് അവരങ്ങ് പോയി കളഞ്ഞ്. അപ്പൊ പിന്നെ ആരോട് നമ്മൾ ചോദിക്കും? ചേർത്ത ആൾക്കാരുള്ള ചോദിക്കാൻ പറ്റുള്ളൂ. ഇത്രയും രൂപ മേടിച്ചോണ്ട് പോയിട്ട് അടച്ചില്ല, പലിശയില്ല, ഒന്നുമില്ല. എന്തോരം ആൾക്കാരെന്താ പൈസക്ക് ആവശ്യമുള്ളവരുണ്ട്. സത്യം. ഇനി അവരെന്റെ മുമ്പിൽ വരും. ഈ മേരി ചേച്ചി കാണിച്ചു കൊടുക്കാൻ ഞാൻ മൈൻഡ് ചെയ്യൂലേ? മൈൻഡ് ചെയ്യരുത് ചേച്ചി. വിഷമായി പോയിടി. അങ്ങനെ നിന്നപ്പുറത്തോട്ട് ചാടിക്കളഞ്ഞ്. കഷ്ടം. അപ്പൊ മനസ്സിലായില്ലേ ഇവരൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. ലോണിന്റെ കാര്യത്തിലൊക്കെ അവർ എത്ര പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങി നടന്നാണ് ചേച്ചി. ലോണിന്റെ കാര്യത്തിനോ ക്ലീറ്റോനോട് എന്തെല്ലാം കാര്യത്തിന് വേണ്ടി വന്നേക്കണ്. അത് നടത്തി തന്നെ ക്ലീറ്റോ, ഇത് നടത്തി തന്നെ ക്ലീറ്റോ എന്നും പറഞ്ഞു. അത് ദൈവം ചോദിച്ചോളൂ. അതെ, ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് ഒരു ബലമായിരുന്നു. അതെടി, നീ ഞാൻ എങ്ങനെയെങ്കിലും കേറ്റും. ഞാനും എന്തായാലും കയറും. ഞാൻ അവരെ കേറ്റൂല. എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ ഏട്ടനെ കൂടെ സമ്മതിപ്പിച്ചത്. എങ്ങനെയെങ്കിലും കയറണം. എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിന്ന് വന്നേക്കണം. അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം ചേർക്കാൻ. ആ പെണ്ണുമ്പിള്ളേരെ ഞാൻ കേറ്റൂല. എന്താണ് ഗിരിജ? ഗിരിജ കയറാൻ വേണ്ടി നിൽക്കുക. ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ അന്ന് തന്നെ അവരുടെ അഹങ്കാരം കണ്ടില്ലായിരുന്നു. തങ്കം തങ്കം ആ ഇവിടെ ഇവിടെ ആരാണോ അരച്ചോണ്ടിരിക്കുമ്പോ ഈ ആൾക്കാർ വന്നത് നോക്കിട്ട് ഞാൻ വരാടി വെച്ചു. തങ്കം തങ്ങുമല്ലേ? ചേച്ചി ഇതാരാ വന്നേന്ന് നോക്കിയേ. എടി വഴക്കിടാതെടി. ഞാനേ ഒന്ന് പോയി ചേച്ചി. ഇല്ല, ഞാൻ നിന്നോട്, നീ എൻ്റെ കൂട്ടുകാരത്തിയല്ലേ, ഞാൻ നിന്നോട് വഴക്കിടുക. എന്നിട്ടാണ് ആ പണി കാണിച്ചത്? അതെ, കാണിച്ചതല്ല. അവരെന്തോ ന്യൂസിനായിട്ടാണ് അവരും അങ്ങോട്ട് പോയത്. അപ്പം ആ ന്യൂസ് അറിയാനാണ് ഞാൻ നിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയത്. അവരെന്താണ് പറയുന്നത്? നിപ്പിച്ചാടിയതല്ല, നീ എന്റെ കൂട്ടുകാരത്തിയല്ലേ. കൂട്ടുകാരി അങ്ങോട്ട് ചേച്ചിക്ക് ഞാൻ എന്തോരം ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് ചേച്ചി. ഇന്നാള് ക്ലീറ്റോ ഉണ്ടായിരുന്നപ്പോഴത്തേനും ചേച്ചി വന്നിട്ട് എന്തോ ലോണിന്റെ എന്തോ കാര്യം ശരിയാക്കണോന്ന് പറഞ്ഞിട്ട് ക്ലീറ്റോനെ കൊണ്ട് ഞാനത് ചെയ്യിച്ചു തന്നില്ലേ ചേച്ചി? എനിക്കതെല്ലാം അറിയാടി. നിന്നോട് എനിക്ക് ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് ഞാൻ. അല്ല എടി, അങ്ങനെ ഒന്നും വിചാരിക്കല്ലേടി. അവക്കടെ പ്ലാൻ എനിക്കറിയാം. ആ ബേബിയുടെ പ്ലാന്. ബേബി നിന്നെ പറ്റി എന്തെല്ലാം അനാവശ്യങ്ങളാണെന്ന് അവരോടൊക്കെ പറഞ്ഞുണ്ടാക്കണം. നീ നിന്നെ സെക്രട്ടറി ആക്കരുത്, ബേബിക്കാകണം. അതിനു വേണ്ടിയിട്ട് അവള് കിടന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാ ഭയങ്കരമായിട്ട് അനാവശ്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് നീ ചോദിക്കല്ലേടി. അങ്ങനെ പറയല്ലേടി. ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവിടത്തെ ന്യൂസ് പിടിച്ച് നിനക്ക് തന്നത്. അപ്പൊ നീ ചോദിക്കുമ്പോ അവളറിയല്ലേ ഞാനാണെന്ന്. ഇല്ലേ ചോദിക്കണ്ട. നീ പതുക്കെ സ്നേഹത്തിൽ കൂടി അവളോട് അവളല്ല, അവളുടെ കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പൊ അവരൊക്കെ എന്താ പറയണെന്നൊക്കെ. നല്ല ചീത്തയാണ് നിന്നെ പറഞ്ഞുണ്ടാക്കണത് അവര്. നീ സെക്രട്ടറി ആകണ അവർക്ക് ഇഷ്ടമല്ല, അത് തന്നെ കാര്യം. നീ ചേച്ചിന്റെ കൂടെ നിൽക്കൂ. ഞാൻ നിന്റെ കൂടെ ഉണ്ടടി. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ അവളുടെ രഹസ്യങ്ങൾ അറിയാനല്ലേ അവളുടെ കൂടെ പോയത്, അല്ലാതെ നിന്നെ ചതിക്കാനല്ലല്ല. നിന്നെ ഞാൻ ചതിക്കുവാ? നീ ചെയ്തേക്കണതൊക്കെ എനിക്കറിയാൻ പാടില്ലേ? എനിക്ക് നിന്നെ അറിയാം. അപ്പൊ പെണ്ണുങ്ങളൊക്കെ ഞാൻ വിളിച്ചാലോ? പെണ്ണുങ്ങളെയൊക്കെ വിളിക്ക്. ഇവളെ നമുക്ക് ഇതിൽ ചേർക്കാം. ശരിയാകുന്നില്ല. നമുക്ക് ഇവളെ ചേർക്കാം. സമ്മതിക്കണ്ട, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിക്കാടി. എന്തെങ്കിലും പറഞ്ഞാൽ വിളിച്ചു പറയണേ? പറയും കേട്ടാ. ഞാൻ എല്ലാവരോടും പിടിച്ച് ഞാൻ നിങ്ങൾക്ക് തരും കേട്ടാ.
എനിക്ക് ഇത് മാറിയപ്പോ അങ്ങോട്ട് ഭയങ്കര പേടിച്ചിട്ടായിരിക്കും ചേച്ചി. അതങ്ങനെ ഞാൻ ഭദ്രകാളിനെ ആർക്കാ പേടിക്കാതിരിക്കണത്? പണ്ടാരങ്ങൾ തെറ്റിപ്പിരിഞ്ഞാലേ എനിക്ക് സെക്രട്ടറി ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നെയൊക്കെ പറ്റി അനാവശ്യം പറയേണ്ട കാര്യമുണ്ടോ? ഞാനും കൂടെ കേറട്ടെ വേണം. നീ വന്ന ഞാൻ രക്ഷപ്പെട്ടു. എടാ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇലക്ഷൻ കഴിയണ വരെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയി ഉടക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് കാര്യമുണ്ട്. എൻ്റെ പൊന്നളിയ വളരെ പാടുപെട്ടാണ് ഒരു പോസ്റ്റ് ഒട്ടിക്കുന്നത്. പോസ്റ്റ് പശു നിന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എടാ പശു പോസ്റ്റർ എന്നതിന് നീ എന്തിനു ഷാജിയുടെ കോളറി കയറി പിടിച്ചത്? അവൻ്റെയാണ് പശു. അവൻ പശുവിന് ആഹാരം കൊടുക്കണം, പോസ്റ്ററല്ല കൊടുക്കണ്ട. അല്ല അഴിച്ചങ്ങ് വിട്ടാൽ ഈ പശു ആവശ്യപോലെ വയ്ക്കുവാനും പുല്ലൊക്കെ തിന്നില്ല. പോസ്റ്റർ കൊടുത്തില്ലോ പശു. അതെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പോയി ഓരോ ഇടങ്ങറുണ്ടാക്കണതിന് ഇത് പകരം വീട്ടാ എൻ്റെതായിരിക്കും വരണത്. ഒന്നും സംഭവിക്കില്ല. നേതാവിന്റെ ദേഹത്ത് ആര് കൈ തൊട്ടാൽ ആ കൈ പറ്റും. പിന്നെ നിന്നേക്ക് വെട്ടിട്ടിറങ്ങി എന്നെ വെട്ടാൻ ഓടിക്കോടാ. ആണ് സത്യം പറയാലോ. അതെ, പശു നിരപരാധിയാണ്. പശു പോസ്റ്റ് നിന്ന് പശുവിന് അറിവില്ലായ്മ ഉണ്ടല്ലേ. പക്ഷേ ഷാജി നല്ല മനുഷ്യനാണ്. ഷാജി പുല്ലും വൈക്കോലും പിണ്ണാക്കും ഒക്കെ കൃത്യമായിട്ട് മേടിച്ചു കൊടുക്കുമെന്ന് അറിയാം. ഷാജി പശുവിന്റെ ഷാജി പശു? അല്ല പോസ്റ്റർ. എൻ്റെ പൊന്ന് ബ്രോ എന്തോ ഈ പറയുന്നത്? അപ്പോൾ ഞാനേ നമ്മുടെ ബേബി ചേച്ചിയുടെ മോനാ. ഏത് നമ്മുടെ അയൽക്കോട്ടം കുടുംബശ്രീയിലെ ബേബി ചേച്ചിയെ. ഹലോ ഹലോ. ബ്രോയുടെ വൈഫല്ലേ ഈ പിന്നെ തങ്കം? സെക്രട്ടറി എന്റെ വൈഫാണ്. തങ്കമാണ് സെക്രട്ടറി. എന്താണ് ബ്രോ ഒന്ന് വൈഫിന് എന്താ പ്രശ്നം? എന്താ വീട്ടില് ഭയങ്കര പ്രശ്നം. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം വെക്കുന്നില്ല. വെക്കുന്നില്ല. കാര്യം എന്താ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ കുടുംബശ്രീയുടെ മീറ്റിംഗിനിടയ്ക്ക് പ്രശ്നമോ എന്തൊക്കെയോ പ്രശ്നം ബ്രോയുടെ അമ്മയും എന്റെ തങ്കമായിട്ട് എന്താ പ്രശ്നം? എന്തോ പ്രശ്നം അത്രേ ഉള്ളൂ. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലെന്ന്. വീട്ടിലെന്തെങ്കിലും വെച്ചാൽ കഴിക്കാൻ പറ്റും. അതൊക്കെ ഞാൻ സോൾവ് ചെയ്ത് തരാം. അത് കേട്ടോ. ഇത് ഇങ്ങനെ വാശി അവിടെ വീട്ടിൽ വന്നൊന്നും പെണ്ണുങ്ങളല്ലേ. അത് ഞാൻ എന്റെ തങ്കത്തിനെയും ബ്രോയുടെ അമ്മയും ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്ത് കോംപ്രമൈസ് ആക്കാം. എങ്ങനെയെങ്കിലും. പിന്നെന്ത് ധൈര്യമായിട്ട് വിട്ടോ. കേട്ടോ? ഓക്കെ ബ്രോ. ഓക്കെ ഓക്കെ ബ്രോ. ഓക്കെ. പുതിയ പിള്ളേരുടെ ഒരു കാര്യം ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യം മാന്യമായിട്ട് പറയാൻ പറഞ്ഞത്. മനുഷ്യൻ്റെ ഉയിര് പോയി. എവിടെ എൻ്റെ രണ്ട് വായി നോക്കിയാണ്. തങ്കം തങ്കം മുത്തേ ഇവിടെ നിന്ന് പൂട്ടിക്കണം. അമ്മ എവിടെ പോയി? അമ്മ മറ്റേ ആരുടെ വീട്ടിൽ പോയി? ആരുടെ വീട്ടിൽ? ആളുടെ പേരില്ലേ? ആരുടെ വീട്ടിലെ മറ്റേ കുടുംബശ്രീയിലെ ചേച്ചിമാരുടെ വീട്ടിൽ പോയി. ഇതിപ്പോ 24 മണിക്കൂർ കുടുംബശ്രീയാണ്. അവരുടെ അടുത്ത് എന്തോ പറയാനാ ഒത്തീർപ്പാക്കാൻ എന്തൊക്കെയാ പറയാനായിട്ട്. മനുഷ്യൻ വിശന്ന് കയറി വരുമ്പോൾ വീട് മൂട്ടിയിട്ടിട്ട് പോയേക്കാണ്. ഇത് എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. തിന്നാനോ കുടിക്കാനോ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അമ്മ? ചോറുണ്ടെന്ന് തോന്നുന്നു. കറി എന്തോ. കറിയില്ല. കറി എന്നേനെ വിടുന്ന അയ്യോ ഒന്ന് അനങ്ങി വരുമോ? എന്തേ? എന്തിയേ? വീട് മൂട്ടിയിട്ടിട്ട് അങ്ങ് പോയേക്കാണ്. വായി നോക്കാം. ആ വായി നോക്കിക്കൊണ്ട് നടക്കായിരുന്നു. മണി 1:30 മണിയായി. മനുഷ്യൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണ സമയമാണ്. ചോറായിരിക്കും ക്ലീറ്റോ വെച്ചിട്ട് രസം ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ തരാം. അപ്പൊ കറിയൊന്നും ഇല്ലേ? കറി വിടുന്നേരം ചേച്ചി വാ. ഒരു കുടുംബശ്രീ കാരണം ബാക്കിയുള്ളമാരുടെ സ്വസ്ഥത പോയി. ഞാൻ ക്ലീറ്റോനോട് പറഞ്ഞു കൊടുക്കാനുള്ള പൈസ മുഴുവൻ കൊടുക്കാതെ അതിന് മാറാൻ പറ്റൂല എന്ന്. കേട്ടല്ലോ? ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും അതങ്ങ് പറഞ്ഞാൽ പിന്നെ എന്റെ വായ അടയുമല്ലോ. ഒന്നും പറയൂലല്ലോ ഞാൻ. പാടയും. ഇത് പൂട്ടിയിട്ടില്ലായിരുന്ന? പിന്നെ നിധി ഇരിക്കും ഇതിനകത്ത് പൂട്ടാൻ. എനിക്ക് പിന്നെ ഞാൻ കയറിയനല്ലോ ഇതിനകത്ത്. എന്തിനു കൂട്ടിക്കൊണ്ടിരുന്നതാ? ഓ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങി കിടപ്പുണ്ട്. ഇച്ചിരി കറി പോരെ, അത് ഞാൻ തരാം. ഈ പെണ്ണുങ്ങളെ കൊണ്ട് പറ്റൂലെങ്കിൽ ഈ പരിപാടി അങ്ങ് നിർത്താൻ പറയണം. ഇതോടെ ഒന്നുമില്ല എൻ്റെ പൊന്നെ. ഒരു കുടുംബശ്രീ കാരണം ഇപ്പോൾ ആണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തേ. എന്താണ് ഇതേ? ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ പോണേ വല്ലതും പറ്റും. തിന്നാനും ഒന്നും കിട്ടണില്ല സമയത്ത്. അവളവിടെ ഇല്ലേ? അവൾ ഇനി കറി ഉണ്ടാക്കി തരാം. മണി 1:30 കഴിഞ്ഞു. ഇനി വന്നിട്ട് ഉണ്ടാക്കി തരാം. കറി ഇവിടെ കറി ഞാൻ കൊടുക്കാൻ 1000 പ്രാവശ്യം പറഞ്ഞു. നീ ഒരു കറിയല്ലേ ഉണ്ടാക്കുള്ളൂ. നിനക്ക് എത്ര കറി വേണം? എന്താ പ്രശ്നം? ഇപ്പൊ വേറെ എന്താ പ്രശ്നം ഉണ്ടല്ലോ? നീ നിന്റെ കെട്ടിയാണ് കൊടു. എനിക്കിവിടെ അവൾ ഉണ്ടാക്കി തരുമല്ലേ നോക്കട്ടില്ലേ? ഞാൻ അവളെ കൊണ്ട് കറി കരുതി ഇങ്ങോട്ട് ഇനി കറിയും ചോദിച്ചോണ്ട് ശകലം എടുത്താൽ മതി. ഇല്ലെങ്കിൽ പറയണം. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. ഞാൻ പറയാം. ഇങ്ങനെ പോണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇതല്ലേ മറ്റേ വില്ലെത്തി. ഓ ക്ലീറ്റോ, നിങ്ങളൊക്കെ എന്നെ മറന്നോ? ഇല്ലില്ല. നീ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ 7ലാ.
പണ്ട് നീ പട്ടിയെ കണ്ട് പേടിച്ചോടിയതും വീണതും നിക്കറേ മുള്ളിയതും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇത് കാണുമ്പോ പറഞ്ഞു മുമ്പൊക്കെ. നീ ഇപ്പൊ വലിയ പോലീസല്ലേ? ക്ലീറ്റോ, ഉണ്ടക്കണ്ണ, നിനക്ക് പണ്ട് ഈ ഉണ്ടക്കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നീ വലിയ തടിയനായില്ലേ, ഉപ്പാവ് കള്ളൻ. ശരിയുടെ പിള്ളേരെ. നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി, ഒരു മാറ്റമില്ല, പഴയ പോലെ തന്നെ. അവരെന്തിനാ നിങ്ങളെ ഇടാപോടാന്നൊക്കെ വിളിച്ചത്? നമ്മളെ കാലം മൂത്ത ആളുകൾ നമ്മൾ ഇടാന്ന് വിളിക്കുന്നത്. ഞങ്ങളെ സീനിയറാണ്, സീനിയർ. കേട്ടെന്നെ അവർ പറഞ്ഞപ്പോ എല്ലാം ചിരിച്ചോണ്ട് നിന്നത്. നാണമില്ലല്ലോ രണ്ടിന്. കേട്ടോണ്ട് നിന്ന് നോക്കുന്നു. വാ, നിനക്ക് കറി വേണം. നിക്കറി വിളി. അമ്പടോ, ഞാൻ എവിടെയൊക്കെ നോക്കി അറിയോ? ഞാൻ അടുക്കളയിൽ പോയി, അപ്പുറത്ത് പോയി, ചായപ്പിൻ്റെ ഇവിടെ പോയി, എൻ്റെ തങ്കക്കൂടെ ഇവിടെ വന്നിരിക്കുക. നീ ആ വിഷയം വീട് തങ്കം. ലോണിൻ്റെ പൈസ നിങ്ങൾക്ക്, ചിട്ടിപ്പൈസ നിങ്ങൾക്ക്, പൈസ എല്ലാം നിങ്ങൾക്ക് വേണം. ചീത്ത മാത്രം എനിക്ക് ബാക്കി. അവിടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാം ഒറ്റക്കിട്ട്. എന്നാൽ വീട്ടുകാരുണ്ടോ കൂടെ? അതുമില്ല. ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേടി? ഞാൻ കണ്ട് അവരുമായിട്ട് ഞാൻ വഴക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് അവർ വന്ന് ഇളിച്ച് കാണിച്ചപ്പോൾ ഭയങ്കര വർത്താനമായിരുന്നല്ലോ. എന്ത് കൂട്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളോട് ഞാൻ അങ്ങനെ സംസാരിക്കുമോ? അതുപോലെ തങ്ക, ഈ പെണ്ണുങ്ങളുമായിട്ട് നമ്മൾ ഈ ആണുങ്ങൾ സംസാരിക്കുന്നത് അത്ര നല്ല ഇടപാടല്ല. നിങ്ങൾക്ക് എല്ലാത്തിനും ന്യായീകരണം ഉണ്ടാവും ക്ലീറ്റോ. ഇന്നാൾ അവരുമായിട്ട് വലിയൊരു വഴക്കുണ്ടായി. ആ പറമ്പിലോട്ട് വേസ്റ്റ് ഇട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചോ? എന്നെ ഈ കുടുംബശ്രീയിലിട്ട് ഈ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, അതിനെ പറ്റി ചോദിച്ചോ? നിങ്ങൾക്ക് അവരോട് അതിൻ്റെ ചിരിച്ച് വർത്താനം പറയാൻ കൊള്ളാവോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊള്ളില്ലാത്തവരെ നിങ്ങൾക്ക് കൊള്ളാവോ? നമ്മളെ ഈ വേസ്റ്റ് അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ ഒന്നും മിണ്ടാതിരിക്കണം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം വലുത്. നിങ്ങളുടെ DD പാർട്ടി ജയിക്കണം, നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിക്കണം. തങ്കത്തിനൊരു വിലയില്ല. നിങ്ങൾ പൈസ ചോദിച്ചിട്ട് എന്നെ എടുത്തോട്ട് വരുമല്ലോ. അവനുണ്ടോ? അവനും അവരോട് ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉണ്ട്. ആരും കൂടെ ഇല്ല. എല്ലാവരുടെയും ചീത്തയാക്കാൻ എൻ്റെ വിധി. നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് നിങ്ങളെ കാണണ്ടപ്പോ. അടേ, എന്താണ്? നമ്മള് ഗിരിജയുടെ നമ്മൾ ഒന്നും ചോദിച്ചില്ല, അവരുമായിട്ട് നമ്മൾ വഴക്കിട്ടില്ല എന്ന് പറഞ്ഞ അവളെ പരാതി. നീ ഇങ്ങനെ വാശി പിടിച്ചതിനകത്ത് ഇരിക്കല്ലേ? ഒറ്റപ്പെട്ടു നീ അവിടെ വാശി പിടിച്ചതിന് എല്ലാവരും ഒറ്റപ്പെടുത്തും. നീ ഇപ്പം ചെയ്യണമെന്ന് അറിയാമോ? നീ തന്ത്രപരമായിട്ട് ഗിരിജ അതിനകത്ത് ചേർക്കണം. ഗിരിജേനെ തങ്കം ചാവണം. ചാവണ്ട, നീ ജീവിച്ചിരുന്നാലേ ചേർക്കാൻ പറ്റുള്ളൂ. നീ ആദ്യം ഗിരിജ ചേർക്കണം. ഗിരിജ ചേർത്താൽ മാത്രമേ ലില്ലിക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. കറക്റ്റ്. അങ്ങനെ ലില്ലി നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പൊ ഇവരെയൊക്കെ തുരത്താൻ പറ്റും. എങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിക്കപ്പെടുന്നങ്ങളെ. ശരിയാ ചേച്ചി, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാ ലോകത്തൊരു ശക്തിക്ക് തോപ്പിക്കാൻ പറ്റില്ല. പിന്നെ അല്ല, അതുമല്ല നമുക്ക് ഈ പെണ്ണുങ്ങളൊക്കെ പറപ്പിക്കാൻ ചേച്ചി. ഞാനല്ലേ പറയണത്? അല്ല, എന്റെ ലില്ലിമോള് വിചാരിച്ചോണ്ടല്ല, പണ്ടുള്ളവര് പറയാറില്ലേ, ഒരുമയുണ്ടെങ്കിൽ ഒലക്കയുടെ മൂട് പോകലിട്ടോടുന്നു. നിങ്ങൾ ദേഷ്യം പിടിക്കേണ്ട ഒരു കാര്യം, എത്രയും പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു കൂടും. ഞാൻ പറയുന്ന കേൾക്ക്, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഗിരിജ അതിനകത്ത് ചേർത്ത്, അതിനുശേഷം എവിടെയും ചേർത്ത് നിങ്ങളുടെ സംഘം ചേർന്നിട്ട് നമ്മൾ രണ്ടുപേരും നിന്ന് കഴിഞ്ഞാൽ ഗിരിജ ഒന്നുമല്ല. എത്രയും മീറ്റിംഗ് വിളിച്ചു കൂട്ടും. ബാക്കി നമ്മളുണ്ടല്ലോ. ഒന്ന് ചിരിക്കോ? ചിരിച്ചാൽ നീ ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കൂലടാ. അതെ, ഇങ്ങനെ ഇതുപോലുള്ള ബുദ്ധികൾ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ഇവനോട് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വലിയൊരു പ്രസ്ഥാനം നയിക്കുന്ന ആളാണ്. പറഞ്ഞു മീറ്റിംഗിലും ഒക്കെ അല്ലേ? ശരി, ഗുഡ് നൈറ്റ്. ഭയങ്കര സാധനം. എനിക്ക് അതൊക്കെ പറഞ്ഞാലും അതല്ല, അതെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവരോട് മിണ്ടണത് ഇഷ്ടമല്ല. ഇപ്പം തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ നിനക്ക് വിഷമമില്ലേ? ഇതുപോലെ തന്നെ ഇവിടെയുള്ള പല കാര്യങ്ങളിലും ഞാൻ DDT പാർട്ടിയുടെ ഓരോന്നായിട്ട് ഇറങ്ങുമ്പോൾ എന്നെ ഒറ്റപ്പെടുത്തില്ലേ നിങ്ങളെല്ലാവരും കൂടെ? DDT പാർട്ടിയായിട്ട് പോയിട്ട് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുടുംബശ്രീന്ന് പോയിട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ടോ ക്ലീറ്റോ? എന്ത് നഷ്ടമടി DDT പാർട്ടിയായിട്ട്? നീ ഇതാര ഭാര്യയാണ് പ്രമുഖന്റെ? അത് മാത്രം പറയാൻ മാറും. എനിക്ക് വിശക്കണം, ഞാനൊന്നും കഴിച്ചില്ല. വിശമൊക്കെ ഉണ്ട്. ബാബാ, ഞാൻ എപ്പോഴേ വിശന്നിരുന്നിട്ടാ നിന്നെ ഇങ്ങനെ അന്വേഷിച്ചത്. അല്ലേ കുടുംബശ്രീ എന്നുള്ളത്
ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട് തമ്മി തല്ലും തൊഴു കുത്തും അടിയും പിടിയും ബഹളമാണെന്ന് അങ്ങനെ അത് നോക്കൊന്നും വേണ്ട, കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പം അതൊന്നും ഇനി നമ്മുടെ കുടുംബശ്രീയിൽ വേണ്ട. നമുക്കിതെല്ലാം അങ്ങ് മാറ്റിയെടുക്കാം. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ക്ഷമിക്കാൻ തയ്യാറ്. എന്ത് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ? അല്ല ദിവസവും ഇത് ഇങ്ങനെ ഈ തരത്തിൽ പോയാൽ മതിയാ? പോരാ. ശരി, നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാം കേട്ടോ. അതല്ലേ നല്ലത് കേട്ടമ്മേ? ശരി, എല്ലാം മറക്കും. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബഹളവും വേണ്ട. നല്ല രീതിയിൽ പോകണം കേട്ടാ. അതെന്തോന്ന് കൈ കൊടുപ്പ്? നിനക്ക് മര്യാദയ്ക്ക് കൈ കൊടുക്കാൻ അറിഞ്ഞില്ലേ? സന്തോഷത്തോടെ കൈ കൊടു. എണീതി മതി, കൂടുതൽ ഷോയൊന്നും വേണ്ട. എല്ലാം പറഞ്ഞതെല്ലാം നല്ല രീതിയിലായി പോകണം കേട്ടാ. ആ അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് പണ്ടത്തെ പോലെ സന്തോഷമായിട്ട് പോകണം. പിന്നെ വേറെ ഒരു സന്തോഷമുള്ള കാര്യം പറയാനുള്ളത്, നമ്മുടെ കുടുംബശ്രീയിലേക്ക് 2 പുതിയ മെമ്പർമാരും കൂടി വരികയാണ്. അത് പ്രിയപ്പെട്ട നമുക്കെല്ലാവർക്കും വളരെ നേരത്തെ മുതൽ അറിയാവുന്ന എൻ്റെ ലില്ലിക്കുട്ടി, നിങ്ങളുടെ എല്ലാവരുടെയും ലില്ലിക്കുട്ടി ആയിരിക്കണം ഇനി മുതൽ. അപ്പോൾ ലില്ലിനെ ഞങ്ങളുടെ കുടുംബശ്രീയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അറിയാമല്ലോ, ഗിരിജ. ചെമ്പകത്തറയിൽ ഗിരിജയെ സ്വാഗതം ചെയ്യുന്നു. ഇവര് പിന്നെയും തുടങ്ങിയ ഗിരിരാജൻ അമ്മാവനെ തകർക്കാൻ രാമചന്ദ്രൻ വീണ്ടും. അതെ, രാമേന്ദ്രൻ അമ്മാവിന്റെ ചീരത്തോട്ടം വരെ നീ ഒന്ന് പോണം. ആ രാമേന്ദ്രൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഞാൻ നിന്റെ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. രാമേന്ദ്ര, നീ ചതിയാണ് ചെയ്യുന്നത്. നിന്നോട് ദൈവം ചോദിക്കും, നീ ചത്ത് കഴിഞ്ഞ ഇതൊന്നും കൊണ്ടുപോകാൻ പോകില്ലല്ലോ, പിന്നെ എന്തിനേക്ക് ആക്രാന്തം? അമ്മാവന്റെ ആ തീരുമാനത്തിൽ അളിയന്മാരും ഞെട്ടുന്നു. മറക്കാതെ കാണുക.